മഹാഗുരുശരണം ഇന്ന് ഏപ്രിൽ 3-ന് മൂന്നാമത്തെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ചെയ്യാൻ കാരണം ഇപ്പോൾ യൂട്യൂബിന് താഴെ വന്നൊരു കമൻ്റാണ്. കാര്യം മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തികളെ വീട്ടിൽ ബാക്കി ആരും ചെയ്യുന്നില്ലെങ്കിൽ അവരെ കുടുംബത്തിൽ നിന്ന് അകറ്റുമോ എന്ന് ചോദിച്ചതാണ്. കുടുംബത്തിൽ നിന്ന് അകലുന്നത് ഒരു കാർമിക്കാണ്. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. നമ്മൾ ആ കുടുംബത്തിൽ നിന്നുകൊണ്ട് ആ ഒരു പരിതസ്ഥിതിയിൽ നിന്നുകൊണ്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക കേട്ടോ. ദയവ് ചെയ്ത് കുടുംബത്തിൽ നിന്ന് അകലാനോ കുടുംബത്തിന്റെ ഉത്തരവാദിത്വ ബോധത്തിൽ നിന്ന് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാനോ പാടില്ല. അതൊരു കാർമിക്കാകും. അത് അടുത്ത ജന്മത്തിൽ പോലും അത് അനുഭവിക്കേണ്ടി വരും. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അത് വളരെ ഗൗരവതരമായ വിഷയമായതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്കുണ്ട്. ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. അത് പലരും പലതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് സംഭവിക്കുന്നത് എൻ്റെ മാത്രം ഒരു അഭിപ്രായവും എൻ്റെ അനുഭവമാണ് പറയുന്നത്. നമ്മൾ കണക്റ്റ് ആകുന്ന ഒരു എനർജി സോഴ്സിൽ, ആ എനർജി സോഴ്സിൽ നമ്മുടെ കുടുംബത്തിലെ പിതൃക്കന്മാരുടെ എനർജി ആയിട്ട് നമ്മൾ കണക്റ്റ് ആകും. നമ്മുടെ കുടുംബത്തിലെ ഉപാസനാമൂർത്തികൾ, അങ്ങനെ കുറെ ഒരു മിനിമം 3 ജനറേഷൻ, 3 തലമുറകളുടെ, ഒരു പക്ഷേ 7 തലമുറകളുടെയും 7 ജന്മങ്ങളുടെ എനർജി ആയിട്ട് നമ്മൾ കണക്റ്റ് ആവുന്നുണ്ട് കേട്ടോ. എൻ്റെ അനുഭവം മാത്രം പറയാണ്. ഇതിന് ആധികാരികതയൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. അത് പൂർണ്ണമായിട്ടും ശരിയായിരിക്കുകയില്ല. അത് ആരെങ്കിലും വാദിച്ചു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കുന്നു. ഒന്നും അവകാശപ്പെടാനില്ല. പക്ഷെ എൻ്റെ അനുഭവം പറയുകയാണ് കേട്ടോ. ഇന്ന് നമ്മുടെ ഡോക്ടർ ബിജു പത്മനാഭൻ സാറിൻ്റെ ഇതിൽ വന്നതിന് ശേഷം വളരെയധികം കോളുകൾ വരുന്നുണ്ട്. ഇപ്പം ആരുടെയെങ്കിലും വാട്സാപ്പ് നോക്കിയിട്ട് വിളിക്കാനൊന്നും എനിക്ക് രക്ഷയില്ല. ആരെങ്കിലും വിളിക്കുന്നവരുടെ അപ്പം തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പേര് ചോദിച്ച് നക്ഷത്രവും ചോദിച്ചിട്ട് സ്ഥലവും ചോദിച്ച് ഞാൻ സേവ് ചെയ്യുകയാണ്. എന്നിട്ടാണ് ഇപ്പൊ കാര്യങ്ങൾ നടക്കണത് കേട്ടോ. അപ്പൊ കുറെ പേരെ വിളിച്ചില്ല എന്ന് പറഞ്ഞ് ദയവേദിച്ച് ആരും പരാതി പറയരുത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്വന്തം രമചേച്ചിനെ വിളിക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. രാവിലെ തന്നെ വിളിക്കണം, ഒരു 10-11 മണിക്ക് വിളിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അത് കഴിഞ്ഞ് നിലം തൊടാണ്ടുള്ള സംസാരമാണ്. സംസാരിച്ചവർക്കൊക്കെ അറിയാം. അതിൻ്റെ കൂടെ ഒരു പയ്യനുണ്ട്, ആ ഒരു മീഡിയം റൈറ്റിംഗ്, ആ പയ്യന്റെ അമ്മേനെ വിളിക്കണമെന്ന് വിചാരിച്ചാൽ രാവിലെ മെസ്സേജ് അയച്ച് രാവിലെ സംസാരിച്ച് ഞാൻ കേട്ടോ. ബാക്കി ഉള്ളവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. രമചേച്ചിനെ തീർച്ചയായിട്ടും വിളിക്കും. ഇന്ന് ഷഷ്ടിയാണ്, മുരുകന്റെ ദിവസമാണ്. അപ്പൊ എവിടെയെങ്കിലും പോയോന്നറിയാത്ത കൊണ്ട് നാളെ തീർച്ചയായിട്ടും വിളിച്ചിരിക്കും കേട്ടോ. രമചേച്ചിയായിട്ട് ഇപ്പോൾ യൂട്യൂബിൽ കമൻ്റാണ്. ഓക്കെ. അപ്പോൾ ഒരു കാര്യം എനിക്ക് സന്തോഷം എന്താണെന്ന് വെച്ചാൽ കുറേ പേര് പ്രത്യക്ഷത്തിൽ യൂട്യൂബിൽ കമൻറ്റ് ഇടുന്നുണ്ട്. കാര്യം വിളിച്ച കാര്യം അല്ലെങ്കിൽ അനുഭവങ്ങൾ ഇടുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ 100 ഇരട്ടി സന്തോഷം ദൈവം എന്ന് പറയുന്ന ശക്തി കൊണ്ടുവന്നരും. ഒരു സംശയമില്ല. ഞാനൊരു പ്രതിഫലേച്ഛ ഇല്ലാണ്ട് ചെയ്യുന്നൊരു കാര്യമാണ് പരോപകാരാർത്ഥം ഇതം ശരീരം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന. പക്ഷേ ഇന്ന് വിളിച്ചവരിലെ കുറച്ച് പേര് സാറിൻ്റെ അക്കൗണ്ട് നമ്പർ എന്താണ് അല്ലെങ്കിൽ GP എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൽ ചിലർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് കാര്യം അവരുടെ കാർമ്മികം, ചിലരുടേത് കാര്യം എന്താ വെച്ചാൽ കടല വെച്ച് രാശി നോക്കിയതാണ്. അപ്പൊ ഞാനത് തരികയില്ല എന്ന് പറയുന്നത് അതെനിക്ക് പിന്നെ കാർമ്മികാവും. അത് അങ്ങനെയുള്ളവർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതും പറയുകയാണ് കേട്ടോ. അതൊരു പക്ഷേ ഞാൻ കാശ് വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞ ആ കമന്റ് ഇട്ട ചേട്ടന്റെ സന്മനസ്സായിരിക്കും. ഞാൻ കാശ് വാങ്ങിക്കുന്നു, ഇയാൾക്ക് കാശ് പണം മാത്രമാണ് ഉദ്ദേശം എന്ന് പറഞ്ഞൊരു ചേട്ടനെയോ ചേച്ചിയോ ടോം എന്നുള്ള പേരിൽ കമന്റ് ഇട്ടായിരുന്നല്ലോ. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് യൂണിവേഴ്സ് ചെയ്ത ചില കാരുണ്യ പ്രവർത്തനമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ തുറന്നു പറയുകയാണ്. എനിക്ക് ഒളിച്ചു വെക്കാനൊന്നുമില്ല. കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പാതിരാത്രി വിളിച്ചാലും അത് തന്നെ നമുക്ക് സംസാരിക്കാം, അത് പറയാം, ഒരു കുഴപ്പവുമില്ല. അതുകൊണ്ടാണ് ഞാൻ സത്യമുള്ളത് പറയുന്നത്. പിന്നെ ഏത് സമയത്ത് ചോദിച്ചാൽ അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. എന്തെങ്കിലും സത്യമല്ലാത്തത് പറഞ്ഞാൽ ഓർത്തെടുക്കണം, എന്താണെന്ന് ഓർത്തെടുക്കണം. ഇത് ഓർത്തെടുക്കേണ്ട കാര്യമില്ല. പിന്നെ പറയുമ്പോൾ ആരുടെയും പേരുകൾ കൂടുതൽ പരാമർശിക്കാണ്ടിരിക്കാൻ നോക്കുന്നു. അങ്ങനെ പരാമർശിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെയധികം വേണ്ടപ്പെട്ടവരാണ്. എൻ്റെ ജീവിതത്തിൽ പല സമയത്തും എനിക്ക് വഴികാട്ടികളായിട്ട് അവർ പോലും അറിയാണ്ട് അവർ വന്നിട്ടുണ്ട്. അത്രയും എനിക്കൊരു സ്വാതന്ത്ര്യമുള്ള ആൾക്കാരുടെ പേര് മാത്രമേ പ്രത്യക്ഷത്തിൽ ഞാൻ ഇതിൽ പറയുന്നുള്ളൂ. അതിൽ ഇതുവരെയും കാണാത്ത രമചേച്ചിയുടെ പേര് പല പ്രാവശ്യം ഞാൻ പരാമർശിച്ചിട്ടുണ്ട്. അത് ഏതോ മുജ്ജന്മ ബന്ധവുമായിട്ട് ആ ചേച്ചിയായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. അത് താമസം വിധ ഞങ്ങൾ തമ്മിൽ കാണും കേട്ടോ. അതിൽ കോൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ യൂണിവേഴ്സ് കോൾ ചെയ്യാനുള്ള സമ്മതം തരുന്നില്ല എന്നുള്ളതല്ല. ഇന്ന് ഞാൻ നോട്ട് ചെയ്ത ചേച്ചിനെ വിളിക്കണമെന്ന്, പക്ഷെ സാധിച്ചില്ല. ഇന്ന് ഷഷ്ടിയാണ്, ചേച്ചിനെ വിളിക്കണമെന്നൊക്കെ ഇന്നലെ തന്നെ പ്ലാൻ ഇട്ടത്. ചേച്ചിനെ ഫോൺ ചെയ്ത് ഞെട്ടിക്കണമെന്ന് വിചാരിച്ചതാണ്, നടന്നില്ല. അത് ഒരു ദിവസം യൂണിവേഴ്സ് നമ്മളെ രണ്ടുപേരെയും ഞെട്ടിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവം ഉണ്ടാവും കേട്ടോ. എനിക്ക് എന്തെങ്കിലും തിരുവനന്തപുരത്ത് വരാനോ എന്തെങ്കിലും കാരണം കാണാം. ഏതായാലും കാണാൻ ചേച്ചി,
ഞാൻ വിളിക്കുമെന്ന് വിചാരിച്ച് ചേർത്തി പ്രതീക്ഷിച്ചതിന് വിളിച്ചില്ല എന്നുള്ള ഇതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. പല ആൾക്കാരോടും വിളിക്കാം ഇതെന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിക്കാൻ പറ്റാത്തതിന് ക്ഷമ ചോദിക്കുന്നു. കാര്യം ഇപ്പോൾ വളരെയധികം ആൾക്കാർ വിളിക്കുന്നുണ്ട്. വിളിക്കുന്നവരെ എല്ലാം ഫോൺ ഞാൻ എടുക്കുകയാണ്. ഇപ്പോൾ ഫോൺ എടുക്കുമ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ പിന്നെയും കോളുകൾ വരികയാണ്. മനസ്സിലായി? അതാണ് ഇന്നത്തെ പരിപാടി. ഇന്ന് എത്ര എണ്ണം സംസാരിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല, ഒടേ തമ്പുരാൻ അറിയാം. ഇനിയെല്ലാം ഈശ്വരോ രക്ഷതു, ദൈവം തീരുമാനിച്ച വഴിയിലൂടെ നമുക്ക് പോവാം. അത് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെല്ലാം എന്തെങ്കിലും ഒരു വഴികാട്ടിയാകാനായിട്ട് ആ ഒരു നിയോഗ പ്രപഞ്ചം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിനെനിക്ക് എന്നും നിങ്ങളോടും ഈ ദൈവത്തിനോടും എനിക്ക് കടപ്പാടും നന്ദിയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലൊരാളായിട്ട്, കുടുംബത്തിലൊരാളായിട്ട് കാണുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും എന്താവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക, എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ഫോണുണ്ടോ ഞാൻ എടുത്തിരിക്കും കേട്ടോ. ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഇനി അതേ എനിക്ക് പറയാനുള്ളൂ. അല്ലാണ്ട് ഞാനിനി വിളിക്കാമെന്നൊന്നും ഇനിയൊന്നും നടക്കുന്നില്ല. കാര്യം ESP പാരാനോർമലി വന്നതിന് ശേഷം ഇത് മാറിപ്പോയി. പല വിളികളാണ് വരുന്നത് കേട്ടോ. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എൻ്റെ മോനാണ് ഇതിപ്പോൾ സെറ്റ് ചെയ്ത് തന്നിരിക്കണം. ഇങ്ങനെ വെക്ക്, അപ്പോൾ അച്ഛൻ്റെ മുഖം ഇങ്ങനെ നേരെ കാണാമെന്ന് പറഞ്ഞ് മോനിപ്പോൾ ട്രൈപോഡ് സെറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നോക്കി സംസാരിക്കുന്നത് കേട്ടോ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, കുറേ കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങളുണ്ട്. ഓക്കെ, ഏതായാലും നമ്മളെക്കാളും വളരെയധികം ബുദ്ധിയും കഴിവുമായിട്ടാണ് നമ്മുടെ കുട്ടികൾ, അടുത്ത തലമുറ. കൊച്ചു മക്കളുണ്ടെങ്കിൽ അതിലും വില്ലാളി വീരന്മാരാണെന്ന് മനസ്സിലാക്കുക. ദൈവം നമ്മളെ അങ്ങനെയൊക്കെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ചിലപ്പോൾ വീഡിയോ വന്നേക്കാം, വരാണ്ടിരിക്കുക ഇന്നത്തെ ദിവസം, അറിയില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ഓൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ.